ഹായ്, നമ്മൾ ഇന്ന് അബുദാബിയിൽ നിന്ന് ഫുജൈറ വഴി ഗോർഫുഖാനിലേക്കുള്ള ഒരു അടിപൊളി യാത്രയിലാണ് കേട്ടോ. വിന്റർ സീസണിൽ കിട്ടിയ സൺഡേ ആയതുകൊണ്ട് തന്നെ മാക്സിമം അടിച്ചു പൊളിച്ച് കൂടുതൽ ഏരിയകളൊക്കെ കവർ ചെയ്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് റൂമിലെത്താനുള്ള ഒരു രീതിയിലാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തത്. മരുഭൂമിയിലെ നേരെയുള്ള റോഡിലൂടെ കുറേ ഓടിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് മലകളും കുന്നുകളും തുരങ്കപാതകളൊക്കെയുള്ള വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക വൈബനായി. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഗോർഫുഖാനിലെ ബീച്ചിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയി അവിടെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാനും ഫവാസും അയ്യൂബും അഫ്സലും പിന്നെ ഷിയാബും ഞങ്ങൾ 5 പേരാണ് ഈ യാത്രയിലുള്ളത് കേട്ടോ. ആ ബീച്ചിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു ദ്വീപിലേക്കാണ് ഈ ബോട്ടിൽ നമ്മൾ പോകുന്നത്. ആദ്യമൊക്കെ ബോട്ടിൽ കയറാൻ പേടിയുള്ള ഷിഹാബും അഫ്സലിനൊക്കെ ഇപ്പോൾ കുറച്ച് ധൈര്യമായി. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ആ ബോട്ട് ഓടിക്കുന്ന ആളെ മാക്സിമം നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് എത്രത്തോളം സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ ഓടിച്ചിട്ടാണ് നമ്മൾ അർമാദിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതല്ലേലും അങ്ങനെയല്ലേ, നമ്മൾ സ്നേഹിതന്മാർ ഇങ്ങനെ ഒരുമിച്ച് വൈബായി പോകുമ്പം എത്രത്തോളം അത് ത്രില്ലാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ത്രില്ലാക്കുമല്ലോ. എന്തായാലും ഈ ബോട്ട് സർവീസ് ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഭയങ്കര ത്രില്ല് തന്നെയായിരുന്നു. ആ ബോട്ടിൽ ഞങ്ങളെ കൂടാതെ വേറൊരു 5 പേരോട് ഉണ്ടായിരുന്നു. തമിഴ്നാട് എന്നുള്ള ഒരു ടീമായിരുന്നു അവരെവിടെയുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ 10 പേരാണ് ആ ബോട്ടിൽ ആ ദ്വീപിൻ്റെ അടുത്ത് പോയത്. നല്ല പളുങ്ക് പോലെയുള്ള തെളിഞ്ഞ വെള്ളവും നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു കേട്ടോ. UAE-ലുള്ളവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഗോർഫുഖാനിലെ ബീച്ചിൽ ഒന്ന് പോകാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ ആ ബോട്ടിങ്ങിൽ ഞങ്ങൾ പരമാവധി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് തിരിച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് തന്നെ എത്തി. അവിടെ ഒന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയപ്പോഴാണ് നമ്മുടെ അതായത് ഷിഹാബിന് ഒന്ന് മുങ്ങിക്കുളിക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ പിന്നെ നമ്മളും വിചാരിച്ചു എന്താക്കാം, എല്ലാവർക്കും കുറച്ച് നേരം ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് അങ്ങ് പോവാം. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങളിതാ ഒന്ന് മുങ്ങിക്കുളിക്കാൻ ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി അടുത്ത ഏരിയ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അങ്ങോട്ട് എത്തേണ്ട താമസം ഷിബു വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങി, ഡ്രസ്സ് പോലെ അഴിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കിൽ അയ്യൂബ്, പിന്നെ ഫവാസ്, അഫ്സൽ, ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ തന്നെയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു പ്രാവശ്യമൊക്കെ കുളിച്ച് കയറി പിന്നെയും പൂതി തീരാഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. വീണ്ടും കുറച്ച് നേരം കൂടി ആ വെള്ളത്തിൽ തന്നെ ചെലവഴിച്ചു.
അങ്ങനെ ഞങ്ങളെ സ്നേഹവും സന്തോഷമൊക്കെ ആ ബീച്ചിനെ അർപ്പിച്ചുകൊണ്ട് ഒരു റോസാപ്പൂ ആ ബീച്ചിൽ കുത്തിവെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കും. അങ്ങനെ ഗോർഫുക്കാലിലെ ആർട്ടിഫിഷ്യൽ വാട്ടർ ഫ്ലോ കൂടെ ഒന്ന് കണ്ടിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കണ്ട് തിരിച്ചു പോരാ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അതിൽ കൂടെ ഒന്ന് കറങ്ങി. ഞങ്ങളവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരുപാട് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വരുന്ന സമയത്തൊന്ന് വണ്ടി സ്ലോ ആക്കി അതൊന്ന് നന്നായിട്ട് ആസ്വദിച്ച് കണ്ട് തിരിച്ചു പോരാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു, ഭക്ഷണം കഴിച്ചു. നല്ല രീതിയിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. ഇതാണ് ഞാൻ പറഞ്ഞ 5 പേര്. ഞാൻ, ഫവാസ്, അയ്യൂബ്, അഫ്സൽ, ഏറ്റവും ബാക്കിലിരിക്കുന്നത് ഷിഹാബ്. ഞങ്ങൾ 5 പേരാണ് ഒരുമിച്ച് പോയത്. തിരിച്ചു പോകുന്ന ഏകദേശം ദുബായൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നേരം വൈകുന്നേരമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അബുദാബി റൂമിലേക്ക് പിടിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത സൺഡേയിൽ ഒരു